നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ബിസിനസ് അനലിസ്റ്റായി ഒരു പ്രൊഫഷനിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു മികച്ച അവസരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് എങ്കിൽ, അഥവാ നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ഡൊമൈനിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്തിപ്പെടാൻ ആഗ്രഹമുള്ള ഒരു ഡൊമൈൻ ആയിരിക്കും ഒരു ബിസിനസ് അനലിസ്റ്റിൻ്റേത്. കാരണം ഒട്ടനവധി കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് അവർ കോർ പ്രോഗ്രാമിങ്ങിലേക്ക് പോകാതെ ഒരു ബിസിനസ് അനലിസ്റ്റ്, ബിസിനസ് അനലിറ്റിക്സ് ലെവലിലേക്കൊക്കെ മാറാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്ന ഈ അവസരം കൊച്ചിയിലുള്ള ഇൻഫോ പാർക്കിൽ തന്നെയുള്ള ഒരു നല്ല കമ്പനിയിൽ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തുവാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം. ആപ്ലിക്കേഷൻ ചെയ്യേണ്ട രീതി, ലാസ്റ്റ് ഡേറ്റ്, അവർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സ്കിൽ സെറ്റ്സ്, ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ബെയ്നെക്സ് കൺസൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അവരാണ് ബിസിനസ് അനലിസ്റ്റുകളെ തേടി ഇപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ടത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഒരു ഡിഗ്രി, കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞവർക്ക് അവർ ഈ അവസരം ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ടത് ബിസിനസ് അനലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു 4 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ്. അതായത് അവർ അത്യാവശ്യം നല്ലൊരു പാക്കേജ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇവർ എക്സാക്റ്റ് സാലറി പാക്കേജ് പറഞ്ഞിട്ടില്ല. പല ആൾക്കാരും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട് എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഒരു എക്സാക്റ്റ് സാലറി പാക്കേജ് പറഞ്ഞാൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇതുപോലെ പല കമ്പനികളും, ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്, പല കമ്പനികളും, സ്മോൾ ആൻഡ് മീഡിയം സെക്ടർ കമ്പനികൾ, അവർ എക്സാക്റ്റ് ഒരു സാലറി പാക്കേജ് പറയാറില്ല, നോർമൽ ഒരു ഗവൺമെൻറ് ജോബിൽ പറയുന്നത് പോലെ. അതിൻ്റെ കാരണം ഒരു റൈറ്റ് കാൻഡിഡേറ്റ് ആണ് എങ്കിൽ അവർ ഹയർ പേ ചെയ്യാൻ തയ്യാറായിരിക്കും. അപ്പോൾ കുറച്ചൊരു ഇൻഫീരിയർ കാൻഡിഡേറ്റ് ആണെന്ന് തോന്നിയാൽ അതനുസരിച്ച് അവർ നെഗോഷിയേറ്റ് ചെയ്താണ് പലപ്പോഴും ഒരു സാലറി ഫിക്സ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നിങ്ങളൊരു ഇഫ് യു ബിലീവ് ദാറ്റ് യു ഹാവ് ദ കേപ്പബിലിറ്റി, ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഹയർ സാലറി ഡിമാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇവർ തേടുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്കിൽ സെറ്റ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും അതനുസരിച്ചുള്ളൊരു കോമ്പൻസേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ 4 to 5 years എക്സ്പീരിയൻസ് അവർക്ക് ആവശ്യമുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കേപ്പബിലിറ്റി അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ മീറ്റിങ്ങുകളിലും കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്യേണ്ടതൊക്കെ ഒരു റോളായിരിക്കണം. അതുകൊണ്ട് അവർ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ കേപ്പബിലിറ്റി ആവശ്യപ്പെടുന്നുണ്ട്. അതുകൂടാതെ വിസിയോ പോലെയുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ടൂളുകളിൽ ഡേറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ അനലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നവർക്ക് ആവശ്യമുള്ള വിസിയോ പോലെയുള്ള ടൂൾസ് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രോസസ് ഡോക്യുമെൻറ്റേഷനെ കുറിച്ച് നല്ല ഒരു ഐഡിയ ഉള്ള ആളായിരിക്കണം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ഡ്രാഫ്റ്റിംഗ്, റിപ്പോർട്ട്സ് പ്രിപ്പറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ലൊരു കേപ്പബിലിറ്റി വേണം. അതുകൂടാതെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് മേഖലയിൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഡൊമൈനിൽ നല്ല ഒരു അറിവുള്ള ഒരാളിനെ ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ടെക്നിക്കൽ റൈറ്റിങ്ങിലും ഒരു കേപ്പബിലിറ്റി ഉണ്ട് എങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. അപ്പം നോർമലി ഒരു പ്രോജക്റ്റ് മാനേജർ അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് റോളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ പറഞ്ഞതുപോലെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളെക്കുറിച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഡൊമൈൻ ആയിക്കോട്ടെ, ടെക്നിക്കൽ റൈറ്റിങ്ങിലൊക്കെ ഒരു അറിവുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സ്കിൽസൊക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതുണ്ട് എന്നുള്ളത് നിങ്ങളുടെ റെസ്യൂമേൽ കറക്റ്റായി കാണിച്ചുകൊണ്ട്, ഒരു എക്സ്പീരിയൻസ് 3 to 5 ഒക്കെ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4 year എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ 4 year എക്സ്പീരിയൻസിൽ ഓരോ കമ്പനികൾ, ഒന്നിൽ കൂടുതൽ കമ്പനികളിൽ നിങ്ങൾ വർക്ക് ചെയ്തെങ്കിൽ അവിടെയൊക്കെ നിങ്ങളുടെ റോൾ എന്തായിരുന്നു, ആ ഓരോ റോൾസിലും എന്തൊക്കെ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തു, ഇതൊക്കെ റെസ്യൂമേൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു നല്ല ഇമ്പ്രഷൻ ഉണ്ടാവും. നിങ്ങൾ ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഇൻ്റർവ്യൂവിൽ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇത്തരം പ്രൊഫൈലുകളിൽ എപ്പോഴും റെസ്യൂമേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോളുണ്ട്. നല്ല രീതിയിലൊരു റെസ്യൂമേ പ്രിപ്പയർ ചെയ്യുക. ഇനി അതുമാത്രമല്ല, അത് അയക്കുമ്പോൾ അതിന് നല്ലൊരു കവറിംഗ് ലെറ്ററും ഒക്കെ വെച്ച് വൈ യു ആർ ദ ബെസ്റ്റ് കാൻഡിഡേറ്റ്, ഓ വൈ യു ആർ ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫോർ ദിസ് ജോബ് പ്രൊഫൈൽ, ഇതൊക്കെ നന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഒന്ന് ഈ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇസ് 2nd January 2025. അപ്പോൾ 2-ാം തീയതിക്കുള്ളിൽ, ജനുവരി 2025 ജനുവരി 2-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഒഫീഷ്യൽ
ഇമെയിൽ ID അവർ തന്നിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷൂട്ട് ചെയ്യാം. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കി അവരുടെ കമ്പനിയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയ ശേഷം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻഫോ പാർക്കിലെ ഒരു മികച്ച കമ്പനിയിൽ ഒരു ബിസിനസ് അനലിസ്റ്റായി നിങ്ങളുടെ തൊഴിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ, നിങ്ങളുടെ കരിയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സുവർണ്ണ അവസരം കൂടിയാണ്. അതൊന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എൻ്റെ ചാനലിലൂടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫ്രണ്ട്സും മറ്റാരെങ്കിലുമൊക്കെയോ ബിസിനസ് അനലിസ്റ്റ് പൊസിഷനിൽ ജോലികൾ നോക്കുന്നവരാണെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.